കഴിഞ്ഞ ദിവസം ബീഹാറിൽ നിന്ന് ഒരു പ്രസ്താവന പുറത്തു വന്നു. നിതീഷ് കുമാറിന്റെ പ്രസ്താവനയാണ് അത്. നിതീഷ് കുമാറിനെ ചൊടിപ്പിക്കുന്ന രീതിയിൽ അമിത്ഷാ, നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ ഒരു TV ചാനൽ പരിപാടിയിൽ ഒരു കാര്യം പറഞ്ഞു. അതിനുള്ള മറുപടിയായിട്ടാണ് നിതീഷ് കുമാർ ഈ പ്രസ്താവന അമിത്ഷായ്ക്ക് നേരെ തൊടുത്തുവിട്ടത്. അമിത്ഷാ പറഞ്ഞത് ഇത്തരത്തിലായിരുന്നു: എന്തുകൊണ്ടാണ് ഞങ്ങൾ ഏക്നാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കാത്തത് എന്നറിയാമോ? മഹാരാഷ്ട്രയിലെ ആ രാഷ്ട്രീയം നിങ്ങൾക്കറിയാമോ? ഏക്നാഥ് ഷിൻഡെ ഇപ്പോൾ NDAയ്ക്കുള്ളിലാണ്. ഏക്നാഥ് ഷിൻഡെയെക്കാട്ടിലും വലിയ പാർട്ടിയാണ്, അതായത് ശിവസേനയെക്കാട്ടിലും വലിയ പാർട്ടിയാണ് BJP എന്ന് പറയുന്ന പാർട്ടി. അങ്ങനെയുള്ള BJP ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ്. ആ BJP ഏക്നാഥ് ഷിൻഡെയെ വരിതിക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്ന് അമിത്ഷാ പറഞ്ഞ ശേഷം ഇത് അമിത്ഷാ ബീഹാറുമായി കൂട്ടിക്കെട്ടി. ബീഹാറിലെ നിതീഷ് കുമാറിന്റെ പാർട്ടി JDU 48 സീറ്റ് മാത്രമാണ് JDUവിനുള്ളത്. എന്നാൽ അവിടെയുള്ള BJPയുടെ പാർട്ടി, അവിടെയുള്ള BJP ആണ് അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയുന്നത്. BJPക്ക്, അതായത് NDAയ്ക്ക് അവിടെ 137 സീറ്റുകളുണ്ട്. അതിൽ BJP ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. അതുകൊണ്ട് നിതീഷ് കുമാറിനെ ചൂണ്ടിക്കാട്ടി അമിത്ഷാ ഈ പ്രസ്താവന നടത്തിയപ്പോൾ നിതീഷ് കുമാർ തിരിച്ചടിച്ചു. അങ്ങനെ മഹാരാഷ്ട്രയല്ല യഥാർത്ഥത്തിൽ ബീഹാർ എന്നാണ് നിതീഷ് കുമാർ തിരിച്ചടിച്ചത്. ഇതോടുകൂടി അമിത്ഷായും നിതീഷ് കുമാറും തമ്മിൽ വലിയ പോരിലായി എന്ന് മാധ്യമങ്ങളെല്ലാം പറഞ്ഞു വരുത്തുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. നമുക്ക് ഈ വാർത്തയൊന്ന് വിശദമായി പരിശോധിക്കാം. ഇത് പരിശോധിച്ചാൽ മാത്രമേ ഇതിന് ഉള്ളിലുള്ള അന്തർധാരയിലുള്ള രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാകും. ബീഹാറിലെ BJP അധ്യക്ഷൻ എന്ന് പറയുന്നത് ദിലീപ് ജയ്സ്വാൾ ആണ്. ദിലീപ് ജയ്സ്വാൾ പറഞ്ഞിരിക്കുന്നത് അമിത്ഷാജി പറഞ്ഞതുപോലെയല്ല ഈ കാര്യങ്ങൾ നടക്കുന്നത്. അതായത് വളരെ പോസിറ്റീവ് നോട്ടിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നാണ് ദിലീപ് ജയ്സ്വാൾ പറഞ്ഞത്. അമിത്ഷാ പറഞ്ഞതിന് ശേഷവും 2025 തിരഞ്ഞെടുപ്പിനെ നിതീഷ് കുമാർ തന്നെ നയിക്കും എന്ന് BJP അടക്കമുള്ള പാർട്ടികൾ പറയുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും, ബീഹാറിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയുന്നത് BJP ആണ്. BJPക്ക് വേണമെങ്കിൽ നിതീഷ് കുമാറിനെ പിളർത്താം, നിതീഷ് കുമാറിന്റെ പാർട്ടിയായിട്ടുള്ള JDUവിനെ പിളർത്താം, എന്നിട്ട് BJPയുടെ കൂടെ ചേർക്കാം. പുഷ്പം പോലെ BJPക്ക് അത് സാധിക്കും. എന്നിട്ട് BJPക്ക് ബീഹാർ ഒറ്റയ്ക്ക് ഭരിക്കാനും സാധിക്കും. അത് തന്നെയാണല്ലോ മഹാരാഷ്ട്രയിലും നടന്നത്. സാധാരണ BJP ഏതൊക്കെ സഖ്യകക്ഷികളുടെ കൂടെ ചേർന്ന് ഭരിച്ചാലും പിന്നീട് ഒരു കാവി സുനാമി ഈ സഖ്യകക്ഷികളെ മുഴുവൻ വിഴുങ്ങി പൂർണ്ണമായും BJP ആയി അത് ഭരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. അത് തന്നെ ബീഹാറിലും നടക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. കാരണം ബീഹാറിൽ JDUവിന്റെ കൂടെ ചേർന്ന് BJP ഭരിക്കുമ്പോൾ BJPക്ക് വളരെ ചെറിയ സീറ്റായിരുന്നു. ഇപ്പോൾ JDUവിന് 48 സീറ്റും BJPക്ക് 100-ൽ കൂടുതൽ സീറ്റുമായി. എന്നിട്ടും BJP പറയുന്നത് നിതീഷ് കുമാർ തന്നെ ഭരിച്ചോളൂ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് BJP അങ്ങനെ പറയുന്നത്? ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം നിതീഷ് കുമാറിന് BJP കൊടുത്ത ഒരു വാക്കുണ്ട്. ആ വാക്കാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. നിയമസഭയിൽ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണെങ്കിലും ബീഹാറിലെ ഈ പിന്നോക്ക ദളിത് മുസ്ലിം വോട്ടുകളാണ് നിതീഷിന്റെ കരുത്തെന്ന് പറയുന്നത്. ഈ പിന്നോക്ക ദളിത് മുസ്ലിം വോട്ടുകൾ നിതീഷിന്റെ കരുത്തായതുകൊണ്ട് തന്നെ നിതീഷിനെ കൈവിടാൻ BJPക്ക് സാധിക്കില്ല എന്നുള്ളത് നമ്മൾ ഈ വാർത്തയിൽ ഏറ്റവും എടുത്തു കാണേണ്ട ഒരു കാര്യമാണ്. ശ്രദ്ധിക്കണം, ബീഹാറിലെ രാഷ്ട്രീയം ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ NDAയോടൊപ്പം നിലനിർത്തേണ്ടത് BJPയുടെ വലിയ കടമയാണ് എന്നുള്ളത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, NDA പാളയത്തിൽ നിതീഷ് കുമാറിനെ പോലെയുള്ള ഒരു അതികായൻ നിൽക്കുമ്പോൾ, ഈ നിതീഷ് കുമാറിനെ അതികായൻ എന്ന് ഞാൻ ആദ്യം പറയാൻ കാരണം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചപ്പോൾ എല്ലാവരും നിതീഷ് കുമാർ അതിൽ പ്രധാനമന്ത്രിയാകണം, നിതീഷ് കുമാർ വരണം. കാരണം അഴിമതി മുക്തമായിട്ടുള്ള ഭരണമാണ് നിതീഷ് കുമാറിന്റെ ഭരണം എന്ന് പറയുന്നത്. വലിയ അഴിമതി ആരോപണങ്ങളൊന്നും നിതീഷ് കുമാറിനില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ പ്രധാനമന്ത്രിയാകണമെന്ന് പല മുറവിളികളും ആ സമയത്ത് ഉയരുന്നത് നമ്മൾ കേട്ടതാണ്. മമതാ ബാനർജിയൊക്കെ തൊട്ടപ്പുറത്ത് ഷർട്ടും തയ്ച്ചു വെച്ച് ഇരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. എന്നിരുന്നാലും നിതീഷ് തന്നെ പ്രധാനമന്ത്രിയാകണമെന്ന് മുറവിളി ഉയർന്നു. അപ്പോഴാണ് നിതീഷ് മറുകണ്ടം ചാടുന്നത്, NDAയിലേക്ക് വരുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതായത് നിതീഷ് കുമാർ നിന്ന നിപ്പിൽ എങ്ങോട്ടേക്ക് തിരിയും എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ചിലർ നിതീഷ് കുമാറിനെ ട്രോളി ഓട്ടോറിക്ഷ എന്നൊക്കെ വിളിക്കാറുണ്ട്. അതായത് മുന്നേ പോകുന്ന ഓട്ടോറിക്ഷ ഇൻഡിക്കേറ്റർ ഇടത്തോട്ടിട്ടാൽ വലത്തോട്ടും, വലത്തോട്ടിട്ടാൽ ഇടത്തോട്ടും തിരിയും. ഈ ഓട്ടോ എങ്ങോട്ട് എപ്പോൾ തിരിയുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നൊക്കെ ട്രോളുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തിൽ നിന്നും നേരെ BJPയിലേക്ക് വന്നു. ആ നിതീഷ് കുമാറിനെ BJPയിൽ നിലനിർത്തേണ്ടത് യഥാർത്ഥത്തിൽ BJPക്ക് ഒരു മതേതര മുഖം ബീഹാറിൽ നേടിക്കൊടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. BJPക്ക് അത് അനിവാര്യമാണ് എന്നുള്ളതാണ്. കാര്യം കഴിഞ്ഞാൽ സഖ്യകക്ഷികളെ വിഴുങ്ങുന്നു എന്ന് BJPക്ക് ഒരു ചീത്തപ്പേരുണ്ട്. ഈ ചീത്തപ്പേര് നിതീഷ് കുമാറിനെ ഇപ്പോൾ വീണ്ടും അവിടെ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിലൂടെ BJPക്ക് മാറിക്കിട്ടും എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. കാരണം BJP എല്ലാ പാർട്ടികളെയും കൂടെ നിർത്തുന്നു, അവസാനം സഖ്യകക്ഷികളെ BJP വിഴുങ്ങുന്നു എന്നുള്ള ആ ഒരു ചീത്തപ്പേര് മാറിക്കിട്ടും എന്നും BJP ഇതിൽ കണക്ക് കൂട്ടുന്നു. ഇതുവരെ എല്ലാത്തിനും
കട്ടയ്ക്ക് നിതീഷ് കുമാർ കൂടെ ഉണ്ടായിരുന്നു, BJPയുടെ കൂടെ ഉണ്ടായിരുന്നു. അത് പോരാത്തതിന് ഇനി പറയാൻ പോകുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിതീഷ് കുമാർ വരും കാലം BJPക്ക് പാസ്സാക്കാനുള്ള ബില്ലുകൾക്കും കട്ടയ്ക്ക് കൂടെ നിൽക്കണം എന്ന് BJP വിചാരിക്കുന്നു. അപ്പോൾ നിതീഷ് അത്ര ചെറിയ പുള്ളിയൊന്നും അല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു പ്രശ്നം കൂടെ ഉള്ളതുകൊണ്ട് നിതീഷ് കുമാറിനെ BJP 2025 തെരഞ്ഞെടുപ്പിൽ കൈവിടില്ല എന്നുള്ളത് വേറൊരു കാര്യം, ആ പാർട്ടിയെ വിഴുങ്ങില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഇനി നിതീഷ് കുമാറിനെ ഇത്രയൊക്കെ സംരക്ഷിക്കുമ്പോഴും BJPക്ക് ഒരു പ്ലാൻ B ഉണ്ടാകണമല്ലോ. കാരണം BJP എന്ന് പറയുന്ന പാർട്ടി ചില്ലറ പാർട്ടിയൊന്നുമല്ല, ബീഹാർ ഒറ്റയ്ക്ക് ഭരിക്കണം എന്ന ആഗ്രഹമുള്ള ഒരു പാർട്ടി തന്നെയാണല്ലോ. ഉറപ്പായിട്ടും ഒരു പ്ലാൻ B BJPക്ക് ബീഹാറിൽ ഉണ്ട്. അത് നിതീഷിൻ്റെ കാലം കഴിയുമ്പോഴാണ്. BJP എന്ന് പറയുന്ന പാർട്ടിയും RSS എന്ന് പറഞ്ഞ സംഘടനയും അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി എത്ര കൊല്ലം വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഈ പ്ലാൻ B നടപ്പിലാക്കാൻ നിതീഷ് കുമാറിൻ്റെ കാലം കഴിയുന്നവരെ BJP കാത്തിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം നിതീഷ് കുമാറിന്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ JDU എന്ന് പറയുന്ന പാർട്ടി നാഥനില്ല കളരിയായി മാറും. അങ്ങനെ JDU നാഥനില്ല കളരിയായി മാറുമ്പോൾ നിതീഷ് കുമാറിന് വേറൊരു പിൻഗാമിയുമില്ല എന്നുള്ളത് വലിയൊരു വസ്തുതയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആ പാർട്ടി ശിഥിലമാകും. നമ്മുടെ ജയലളിത മരിച്ചു കഴിഞ്ഞപ്പോൾ AIADMK എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ പളനിസ്വാമിയും പനീർശെൽവവും തമ്മിൽ തല്ലി ആ പാർട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ JDU തമ്മിൽ തല്ലി നശിക്കാനുള്ളൊരു സാധ്യതയോ അല്ലെങ്കിൽ പൂർണ്ണമായും BJPയിലേക്ക് ലയിക്കാനുള്ള സാധ്യതയൊക്കെയാണ് BJP കാണുന്നത്. നവീൻ പട്നായിക്കിനെ പോലെ പിൻഗാമിയെ ഒന്നും അല്ലെങ്കിൽ ജയലളിതയെ പോലെ പിൻഗാമിയെ ഒന്നും തന്നെ വളർത്തിയിട്ടില്ല. അതോടെ സോഷ്യലിസ്റ്റ് പാർട്ടികളെല്ലാം തന്നെ ബീഹാറിൽ ചരിത്രമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ബംഗാളിലും BJPക്ക് ഈ ബീഹാറിൽ BJPക്ക് നിതീഷ് കുമാറിനെ നിലനിർത്തേണ്ടത് ബംഗാളിലും BJPക്ക് ഗുണം ചെയ്യും എന്ന് BJP വിചാരിക്കുന്നു. ബീഹാർ പിടിച്ചു കഴിഞ്ഞാൽ ബംഗാൾ ഈസിയായി പിടിക്കാൻ കഴിയും എന്ന് BJP വിചാരിക്കുന്നു. അതിന് പിന്നിൽ ഒരുപാട് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കുച്ച് ബീഹാറുമായി ഇഴചേർന്ന് കിടക്കുന്ന ഒരുപാട് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. മമതയെ നേരിടാൻ ത്രിപുരയും ആസാമും ബീഹാറും എല്ലാം BJPയുടെ കയ്യിലിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് എന്നുള്ളതാണ് വേറൊരു കാര്യമെന്ന് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ മമതാ ബാനർജി വിവാഹിതയല്ല, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് മമതാ ബാനർജിക്ക് മക്കളില്ല. അതുകൊണ്ട് മക്കളെ ഒന്നും മമതാ ബാനർജിക്ക് പിൻഗാമിയായി കൊണ്ടുവരാൻ സാധിക്കില്ല. അതുകൊണ്ട് അനന്തരവനായിട്ടുള്ള അഭിഷേക് ബാനർജിയെ മമതാ ബാനർജി തൻ്റെ പിൻഗാമിയായി കൊണ്ടുവരാൻ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആ ഒരു താക്കോൽ ഏൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ, അതായത് ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതായത് നിതീഷ് കുമാർ ഇനി വരുംകാലത്ത് BJPയുടെ ബില്ലുകൾ പാസ്സാക്കാൻ കൂടെ വേണം. രണ്ടാമത്തെ കാര്യം, നിതീഷ് കുമാർ ഒരു മതേതര മുഖമാണ് BJPയുടെ. മൂന്നാമത്തെ കാര്യം, ദളിത് മുസ്ലിം വോട്ടുകൾ നിതീഷ് കുമാറിൻ്റെ കരുത്താണ്. നിതീഷ് ഒരു നല്ലൊരു സംഘാടകനാണ്, നല്ലൊരു മന്ത്രിയാണ്, എല്ലാ കാര്യത്തിലും മികവ് പുലർത്തുന്ന ഒരാളാണ്. നിതീഷ് കുമാറിൻ്റെ കാലം കഴിയും വരെ BJP കാത്തിരിക്കാനും തയ്യാറാണ്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിതീഷ് കുമാർ സേഫാണ് എന്നുള്ളതാണ് പല മാധ്യമങ്ങളും പറയാത്ത ഒരു കാര്യമെന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.